ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചി സുധിയെ ചോദ്യം ചെയ്യുകയാണ്. അത് ആരാണെന്ന് നിനക്കറിയാമോ? ആ ലെറ്റർ തന്ന സ്വാമിജി. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. എടാ പൊട്ടാ, നിനക്ക് വല്ലതും മനസ്സിലായോടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ ഇതിന്റെ പിന്നിലുള്ളത്? നീ തന്നെ ഈ ലെറ്റർ എഴുതി ആ സ്വാമിജിയുടെ കൈ കൊടുത്തത്. എടാ ഞാനല്ലടാ, ഈ ലെറ്ററിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു ലെറ്റർ നിനക്ക് അയാള് തരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണൂലോ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ. ദേ, നീ തെറ്റ് ചെയ്തില്ല എങ്കിൽ നിന്റെ കൂടെയുള്ള ആരെങ്കിലും തെറ്റ് ചെയ്ത് കാണും. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ലെറ്റർ ആരും എഴുതി തരത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് പേടിയായിട്ടോ. ശ്രുതി പേടിച്ചു വരച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ ഇനിയിപ്പം എന്റെ മോന്റെ തലയെ കൊണ്ടിട്ടോ അല്ല. അപ്പം വർഷ പറഞ്ഞു, അയ്യോ അതൊന്നും അല്ല ആന്റി, ഒരാളുടെ തെറ്ററിയുന്ന മറ്റൊരാളെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഞാനൊരു നോവലില് വായിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല, സുധിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത്? എങ്കിലേ ഇവള് ചെയ്തു കാണും, പൗർണയടത്തിന്ന് നമ്മുടെ സച്ചി. അപ്പം ശ്രുതി പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ? അനാവശ്യം പറയല്ലോ കേട്ടോ. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഉറപ്പായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും പിന്നെ ഫ്രോഡുകളാണല്ലോ, പക്ക ഫ്രോഡുകള്. പിന്നെ എങ്ങനെയാ ബ്ലാക്ക്മെയിൽ വരാതിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിർത്തണ സച്ചി, എന്റെ മക്കള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. സുധി, സച്ചി അല്ല അത് ചെയ്തത്. നമ്മളെ വരട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഉറപ്പായ കാര്യം തന്നെയാ. നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. അച്ഛാ, ഞങ്ങള് തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ ഒരാൾ വരട്ടുന്നുണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെടാ, അതല്ലേ നല്ലത്. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി, വൈകണ്ട, ഇപ്പൊ തന്നെ പോലീസിൽ പരാതി കൊടുക്കാം, അതാ നല്ലത്. വാ, നമുക്ക് ഒരുമിച്ചു പോകാം, നമുക്ക് പോയി പരാതി കൊടുക്കാന്ന് സച്ചി. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ വേണ്ട, പരാതി ഒന്നും കൊടുക്കണ്ട. അപ്പൊ രേവതി ചോദിച്ചു, അതെന്താ പരാതി കൊടുക്കണ്ടെന്ന് പറയുന്നത്? അത് വേറെ ഒന്നുമല്ല, കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബിസിനസിനെ ചിലപ്പോൾ ബാധിക്കും, അത് ശരിയാവത്തില്ല, അതുകൊണ്ടാ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞ, അത് ശരിയാ, മോള് പറഞ്ഞത് ശരിയാ. കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിനെ ബാധിക്കും. അതെ അമ്മേ, ഷോറൂമിലൊക്കെ ബിസിനസ് നടത്തുന്ന സ്ഥലത്തും ഒക്കെ ഉണ്ടല്ലോ, ചുമ്മാ പോലീസുകാർ വന്ന് ഇറങ്ങി കയറി പോയാലേ കസ്റ്റമേഴ്സ് വരാതെയാകും, ഷോറൂം പൂട്ടേണ്ടി വരും, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീല് നിർത്തി വെക്കേണ്ടി വരും, ആകെപ്പാടെ പ്രശ്നമാകും ആന്റി. അപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു, അത് ശരിയാ, കേസ് വേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, ശ്രുതി പറഞ്ഞത് ശരിയാണെന്ന്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ, ഇനിയിപ്പൊ നമുക്ക് ലെറ്റർ കൊണ്ട് തന്നാല് എന്താന്ന് വെച്ചാൽ ചെയ്യാം, അത് ആലോചിച്ചാ പോരെ, പിന്നെ ആലോചിച്ചാ പോരെ, ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അത് ശരിയാ എന്ന് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ഞാനായിട്ട് ഇനി നിർബന്ധിക്കുന്നില്ല, ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ആകാം. ഇനി ലെറ്റർ വരുമ്പോ നമുക്ക് നോക്കാം, ആരെങ്കിലും ലെറ്റർ തരുവാണെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി നമുക്ക് പരാതിപ്പെടാം, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയും ഓക്കെ പറഞ്ഞു, ഓക്കെ ഇനി അങ്ങനെ മതി. എന്നാ പിന്നെ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു, ഇനി ഈ വിഷയം ആരും ഇവിടെ സംസാരിക്കണ്ട, നമുക്ക് അവനവന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര പേടിയുണ്ട്. സച്ചിയാണ് ഇടഞ്ഞു നിൽക്കുന്നത്. സച്ചി ഇടഞ്ഞു നിന്നാൽ ശ്രുതിയുടെ കഷ്ടകാലമാണ്. ശ്രുതി തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി എന്തോ ആലോചിച്ചപ്പോ രേവതി ചോദിക്കുക, സച്ചിയേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? അത് പിന്നെ പാർലർ ഏട്ടത്തി തന്ത്രപൂർവ്വം വിഷയം അവസാനിപ്പിച്ചതാ, എന്തോ കള്ളത്തരമുണ്ട്, അത് ഉറപ്പാ. അപ്പൊ നമ്മുടെ ശ്രുതി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവരെന്തോ പറയുന്നത് മനസ്സിലായി നമ്മുടെ ശ്രുതിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ അതെന്തെങ്കിലും ആട്ടെ, ആ വിഷയം നമുക്ക് അങ്ങനെ അങ്ങ് വിടാം, അല്ലാതെ പിന്നെ എന്താ, ലെറ്റർ പിന്നിലെ സച്ചേട്ടൻ അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇല്ല രേവതി, അങ്ങനെ വിടാൻ പറ്റത്തില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിടത്തില്ല. ഞാനാണ് ആ ലെറ്ററിന്റെ പിന്നിൽ നിന്ന് ആ സ്വാമിജി എന്തിനു പറഞ്ഞു അതെനിക്ക് അറിയണം. അവൻ തന്നെയാ ശ്രുതിക്ക് ലെറ്റർ കൊടുത്തു വിടുന്നത്, അതെനിക്ക് കണ്ടുപിടിക്കണം എന്തിനാണെന്ന്. അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നീ നോക്കിക്കോന്ന്. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനിയിപ്പം കാര്യമില്ല, സച്ചിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, കളി സച്ചിയോടാണ്. അവിടെ നമ്മുടെ സച്ചി കീറി മുറിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അറിയാം. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോ മീര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ടം ശ്രുതി. അവന്റെ കാര്യം ഓർക്കുമ്പോ ചിരിയാ വരുന്നത്. എന്റെ പൊന്നു മീര, നിനക്ക് ചിരി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ കനലിൽ എരിയുന്ന പോലെ ഞാൻ അവിടെ നിന്നത് അറിയാമോ?
ഓ, എന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് പേടിയാകുന്നടി. എന്തിനാ നീ ഭയക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ ഭയക്കുന്നതെന്ന്? എന്റെ ജീവിതം കൊണ്ടുള്ള കളിയ പെണ്ണ ഇത്. ഈ നവീൻ ദാസ് എന്തിനാ സുധിയോട് സച്ചിയുടെ പേര് പറഞ്ഞത്? ഓ, അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഈ വിഷയം ആളി കത്താൻ വേണ്ടി ആയിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പേടിച്ചിട്ട് ഞാൻ അവന് ക്യാഷ് കൊടുക്കൂലോ, വീട്ടിൽ പ്രശ്നം നടക്കൂലോ. സച്ചിയുടെ പേര് അവൻ തന്ത്രപൂർവ്വം പറഞ്ഞതാ, അതെനിക്ക് ഉറപ്പാ. പോരാത്തതിന് സച്ചിയോട് അവന് വൈരാഗ്യമുണ്ട്, നല്ല വൈരാഗ്യം. ബുദ്ധിയോടെ അവൻ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. നവീൻ ദാസേ, എന്നെ തീ തീറ്റിക്കുക അവന്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അല്ല, നവീൻ ദാസ് പറയുന്നത് വിശ്വസിച്ച് ശ്രുതി സച്ചിയുടെ മെക്കിട്ട് കയറി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ വിചാരണ ചെയ്തു. ഇനിയിപ്പൊ സച്ചി വെറുതെ ഇരിക്കുവോ? ഇല്ല, വെറുതെ ഇരിക്കില്ല. അതാ എനിക്ക് കൂടുതൽ ഭയം. ഇനി വെറുതെ ഇരിക്കത്തില്ല. ലെറ്റർ കൊടുത്ത ആൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്ന അവൻ പറഞ്ഞത് എന്റെ മീരെ കണ്ടുപിടിച്ചിരിക്കും. ഓ, നവീൻദാസിനെ അവൻ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച തീർന്നു. അവനെ ഇടിച്ച് പരിപ്പിളക്കും, എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിക്കും. അതോടുകൂടി എന്റെ ജീവിതം ക്ലോസ്, അത് ഉറപ്പാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്? എല്ലാം കൈവിട്ടു പോയല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ 100 കൂട്ടം നുണകൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടി വെക്കരുതെന്ന്. ഒരു വഴിയുണ്ട്. ഒരു വഴി ഈ ശ്രുതിയുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഈ വിഷയത്തിൽ നിന്നും അവന്റെ ശ്രദ്ധ മാറ്റിവിടണം. അവനെ വഴി തിരിച്ചു വിടണം, സച്ചിനെ. അതെങ്ങനെ സാധിക്കും ശ്രുതി? അതിന് സാധിക്കും. അതിന് എന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ എടുത്ത് ആന്റണിക്ക് കൊടുക്കണം. ബാക്കി കാര്യം ആന്റണി നോക്കിയോളും. ആ വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ. എടുക്കാൻ നോക്കിയിട്ട് കട്ടിന്റെ അടിയിൽ പെട്ട് നീ ഉരുണ്ടു പേരണ്ട് ഒരുവിധം രക്ഷപ്പെട്ടതല്ലേടി നീ. അങ്ങനെ എളുപ്പം അവന്റെ ഫോൺ എടുക്കാൻ പറ്റുന്ന എനിക്കൊന്നും തോന്നുന്നില്ല. മീരെ അന്ന് നിർഭാഗ്യം കൊണ്ടത് മിസ്സായി പോയതാ. അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. എങ്ങനെ എടുക്കും അത് നീ പറ ശ്രുതി, എങ്ങനെ എടുക്കും? ആ, ഞാനല്ല എടുക്കാൻ പോകുന്നത്, നീ എടുക്കാൻ പോകുന്നത്. ഞാനോ? ഞാൻ എങ്ങനെ എടുക്കും? എന്താണ് നീ പറയുന്നത്? അവന്റെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാനോ? എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല. വീട്ടിലുള്ള നിനക്കോ പറ്റുന്നില്ല. അതെ, നീ ഒരു കാര്യം ചെയ്യണം. നീ അവന്റെ വണ്ടി ബുക്ക് ചെയ്യണം, ഒരു ചെറിയ ട്രിപ്പ് പോകാൻ. അന്ന് നിന്റെ ഫോൺ ഓഫായി പോകും. അവന്റെ ഫോൺ മേടിക്കണം, ഒരു കോൾ ചെയ്യാൻ അർജന്റ് ആയിട്ട്. വാങ്ങിച്ചിട്ട് ശരത്ത് ആന്റിയുടെ ക്യാഷ് മോഷ്ടിക്കുന്ന വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് നീ എന്റെ ഫോണിലേക്ക് അയക്കണം. അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവന്റെ മുന്നിലേക്ക് നീ എന്നെ പിടിച്ചിട്ട് കൊടുക്കണം. വേണ്ടടാ, നീ വേറെ വഴി നോക്ക്. പേടിക്കാനൊന്നുമില്ല എന്റെ പൊന്നു മീരെ, ഒന്നും സംഭവിക്കില്ല. എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യടി. വീഡിയോ ഞാൻ നിനക്ക് അയച്ചാലേ നീ അത് ആന്റിന്റെ ഫോണിലേക്ക് അയക്കും. അവൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടും. ആകെ പ്രശ്നമാകും, നാറും. വീഡിയോ എങ്ങനെ പുറത്തായിന്ന് സച്ചി അന്വേഷിക്കും, കൊടുക്കുക എന്നെ പിടിക്കുമല്ലേ. ഓ, നീ എന്താടി പറയുന്നത്? നിന്നെ ബലിയാടാക്കുവൊന്നും അല്ല. എടി, നിനക്ക് എന്നോട് സ്നേഹമില്ലടി. നിന്റെ ഒരേ ഒരു കൂട്ടുകാരി അല്ലടി ഞാൻ. ഇത് ഒരിക്കലും നിന്നിലേക്ക് എത്തില്ല. പോരെ, എന്റെ ഫോണിലേക്ക് നീ വീഡിയോ അയച്ച ഉടൻ ഞാൻ അത് കാണും. അപ്പൊ തന്നെ നീ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം. സച്ചിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ തിരക്കാനൊന്നും പോവില്ല. ആ വീഡിയോ പുറത്തെത്തിയതിന് പിന്നിൽ നീയാണെന്ന് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഞാൻ പറയുന്നു, ഒന്ന് ചെയ്യും മീരെ, ഞാൻ പറഞ്ഞില്ലേ നീയേ എനിക്കുള്ളൂ. എന്റെ പൊന്നു മീരെ, നീയും കൂടെ എന്നെ കൈവിട്ട് കളയരുത്. ഞാൻ ചെയ്യാം. താങ്ക് യു, ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീ എന്റെ കൂട്ടുകാരിയല്ലേ. എനിക്കറിയാം, ഭയങ്കര റിസ്കാ. സിംഹത്തിന് മുമ്പിൽ തലയിടുന്നത് പോലെ ഇത്. എനിക്കിപ്പോ ആ വീഡിയോ കിട്ടിയേ പറ്റൂ മീരെ. അതുകൊണ്ടാ. ആ വീഡിയോ റിലീസ് ചെയ്താൽ ശരത്തിനേക്കാൾ പ്രശ്നം രേവതിക്കായിരിക്കും. അവക്ക് പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ? പാവം, അവൾ എന്ത് പിഴച്ചു. പാവം, അവള് ഭയങ്കര പാവല്ല പാവയാ. അവളെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. അവളും സച്ചിയും കൂടെ ചേർന്ന് എനിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്താല് രണ്ടുപേരെയും ആന്റി വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ ആ ശല്യം അങ്ങ് ഒഴിവായി കിട്ടും. മീരെ, നീ ഞാൻ പറയുന്ന ഒന്ന് ചെയ്യ്. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ പറഞ്ഞല്ലോടി നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാന്ന്. റിസ്ക് എടുത്താണെങ്കിലും ഞാൻ ചെയ്യാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി അന്വേഷണം തുടങ്ങിയിട്ടോ, സ്വാമിജി ആരാണെന്ന്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുകയാണ് സ്വാമിജി ഒരു ഫ്രോഡ് വേഷം കെട്ടി ഇറങ്ങിയതാണെന്ന് ഒരാൾ ഇങ്ങനെ പറയുകയാണ് അമ്പലത്തില്. അയാള് പറഞ്ഞു അയാളെ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ലാസ്റ്റ് അയാൾ ഇവിടെ ഓടിക്കുകയോ ചെയ്തത്. അല്ല, അത് ആരാണെന്ന് അറിയാമോ ചേട്ടാ? അത് അറിയത്തില്ല. എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. അല്ല, അവന്റെ രൂപം എങ്ങനെ ഉണ്ടാകും? അതെ, ഞാൻ അടിച്ചപ്പോ ഒരു വീഡിയോ എടുത്തായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ നമ്മുടെ നവീൻ ദാസിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പം ഇവനല്ലേ ഇവനല്ലേ ഞാനൊന്ന് പോലീസിൽ ഏൽപ്പിച്ചത് എന്ന് സച്ചിക്ക് പിടികിട്ടാണ്. അപ്പൊ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവോ, ചിലപ്പം അതിന്റെ വൈരാഗ്യത്തിലായിരിക്കും നമ്മുടെ സച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതായത് കത്ത് കൊടുത്തു വിട്ടിട്ട് സച്ചിയാണ് എന്നൊക്കെ വരുത്തി തീർത്തത് എന്ന് നമ്മുടെ സച്ചിക്ക് തോന്നുക. എന്നിട്ട് സച്ചി പറഞ്ഞു, ഇയാളെ എനിക്ക് അറിയാൻ ചേട്ടാ, ഇവനൊരു തെമ്മാടിയാണ്, ഇവനൊരു ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വെളിയിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സച്ചിക്ക് ഒരു ഓട്ടം വന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ മീരയാട്ടോ ഓട്ടം വിളിക്കുന്നത്. സച്ചിക്ക് അറിയത്തില്ല. സച്ചി ഇപ്പൊ വരാന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ മീര നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അപ്പം അതനുസരിച്ച് നമ്മുടെ സച്ചി ചെല്ലാണ്. സച്ചി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആരാണ്? നമ്മുടെ മീര. അപ്പൊ സച്ചി ചോദിച്ചേ, നീയാണോ എന്നെ ഓട്ടം വിളിച്ചത്? അതെ ഞാനാ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണമായിരുന്നു. ആരാണെങ്കിലും ഞാൻ കൊണ്ടുപോകും, നീ കേറ് എന്ന് പറഞ്ഞു നമ്മുടെ മീരേനെയും കൂട്ടി പോവുകയാണ് നമ്മുടെ സച്ചി. അപ്പൊ എങ്ങോട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ആകപ്പാടെ പരിഭ്രമിച്ചാണ് നമ്മുടെ മീര ഇരിക്കുന്നത്. മീരയ്ക്കാണെങ്കിൽ മൊത്തത്തിലൊരു വെപ്രാളവും പരവേശവും. അപ്പോഴത്തേക്ക് നമ്മുടെ മീര ചോദിച്ചിട്ടുണ്ട്, ഇവ ഫോൺ തരുമെന്നും അറിയത്തില്ലല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യുക? അങ്ങനെ നമ്മുടെ മീര പറഞ്ഞു, ചോദിച്ചു, അല്ല എത്ര വയസ്സ് മുതലാ കാർ ഓടിക്കുന്നത്? ഞാൻ 18 വയസ്സ് മുതൽ കാർ ഓടിക്കാൻ തുടങ്ങിയതാ. ആണോ? 18 വയസ്സ് മുതലോ? അല്ല, നീ എപ്പോഴും പാർലറേട്ടത്തിയുടെ കൂടെയാണല്ലോ നടക്കുന്നത്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എനിക്ക് ജോലിയുണ്ട്, ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുക. അല്ല, നീ എന്തിനെ എപ്പോഴും പാർലറേട്ടത്തിയുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നത്, ജോലിക്ക് പോകാതെ? അത് പിന്നെ എന്റെ ഫ്രണ്ട് അല്ലേ. ഓ, അവളുടെ ഫ്രണ്ട് ആകാതിരിക്കുന്നത് നല്ലത്. അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സച്ചി? ഇല്ലില്ല, ഞാൻ എന്ത് പറയാനാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആർക്കാ, മീരയ്ക്ക് ഒരു കോള് വരുന്നത്. അപ്പം കോൾ എടുത്തിട്ട്, ഹലോ ലിസി, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഫയലോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ എന്ന് വെച്ചിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ്, ഫോൺ കട്ടായി പോയതുപോലെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എന്തു പറ്റി, ഫോൺ കട്ടായി പോയോ മാഡം? ഫോണ് കട്ടായി പോയി. ഫോണിൽ ചാർജ് തീർന്നു പോയി സച്ചി, അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ സച്ചി, സച്ചിയുടെ ഫോൺ ഒന്ന് തരുവോ? ഫോൺ എന്തിനാ, ഇന്ന് ചാർജ് ചെയ്തോ? അത് ഈ പിന്നല്ല, എന്റെ ഫോണിൽ കുത്തുന്ന പിന്ന്. ആണോ? അതെ, എനിക്ക് ഫോൺ ഒന്ന് തരുവാണെങ്കിൽ വലിയ ഉപകാരമായേനെ, ഞാന് വിളിച്ചേനെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഫോൺ കൊടുത്തു കേട്ടോ. ഫോൺ കൊടുത്തപ്പോഴത്തേക്കും കുറച്ചു നേരം കയ്യിൽ വെച്ചേക്കണമല്ലോ. അപ്പൊ നമ്മുടെ മീരയുടെ അടുത്ത ട്രിക്ക്, ആരുടെയും നമ്പർ ബൈ ഹാർട്ട് അല്ല, 56 55 ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് തന്നെ വീഡിയോ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആ വീഡിയോ എവിടെ കിടക്കുന്നതെന്ന് സ്പീഡിൽ നോക്കുകയാണ്. അങ്ങനെ സ്പീഡ് നോക്കി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി മീര ചോദിച്ചു, ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോവോ? ട്രിപ്പില്ലെങ്കിൽ പോകും. ട്രിപ്പില്ലെങ്കിൽ വീട്ടിൽ പോയാൽ നല്ല ഫുഡ് കഴിക്കാലോ. അത് ശരിയാ സച്ചി, നല്ല ഫുഡ് കഴിക്കാലോ വീട്ടിൽ നിന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കല്ല മീരയ്ക്ക് വീഡിയോ കിട്ടി കേട്ടോ. വീഡിയോ കിട്ടി. ഏതായാലും ഇത് ശ്രുതിയുടെ ഫോണിലേക്ക് അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് എടുത്തപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു കോഡ് വന്നത്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അതെ, ആ ഫോൺ ഇങ്ങ് തന്നെ, രേവതി ആയിരിക്കും വിളിക്കുന്നത്. അത് ഞാൻ വിളിച്ചിട്ട് തരാം സച്ചി, ഫോൺ ഇങ്ങ് തരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി തക്ക സമയത്ത് വിളിച്ചത് നന്നായി. അങ്ങനെ സച്ചി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, രേവതി, ഞാനേ ഒരു ചെറിയ ട്രിപ്പ് പോകുക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ, ഞാൻ സച്ചേട്ടന് വേണ്ടി സച്ചേട്ടന് ഇഷ്ടപ്പെട്ട അപ്പവും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? എന്നോടുള്ള ഇഷ്ടം കാരണമാണോ നീ അപ്പനും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത്? എന്നോടുള്ള ഇഷ്ടം കാരണമല്ലേ നീ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കും നിന്നോട് അതുപോലെ ഇഷ്ടമുണ്ടല്ലോ. എന്നാലേ വാക്കിൽ പറഞ്ഞാ പോരാട്ടോ സച്ചേട്ടാ. പിന്നെ എന്താ വേണ്ടത്? നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി മേടിച്ചോണ്ട് വരണോ? ജിലേബി മേടിക്കണോ? ഹൽവ? അയ്യോ, അതൊന്നും വേണ്ട സച്ചേട്ടാ, പെട്ടെന്നൊന്നും ഇങ്ങനെ വന്നാ മതി. നീ ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക. എല്ലാ ജോലിയും നീ തന്നെ എടുക്കണമെന്നൊന്നും ഇല്ലാട്ടോ. ദേ, പിന്നെ ഒരു കാര്യമുണ്ട് രേവതി, ദേ, കത്ത് കൊടുക്കുന്ന ആരാണെന്നേ ഞാൻ കണ്ടുപിടിച്ചു. കത്ത് കൊടുക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചെന്നോ? അതാരാ? അത് ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അവൻ ആരാണെന്ന് മനസ്സിലായത്. അവൻ ആരാണ് എന്താണെന്നൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിന്നോട് പറയാം. ഇത് കേട്ടോ നമ്മുടെ മീരയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സച്ചേട്ടാ എന്ന് പറഞ്ഞു എന്തൊക്കെയോ ഇങ്ങനെ പറയാണ്. ഫോൺ വെക്കുന്നില്ല. ഇവര് മണിക്കൂറോളം സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മീരയ്ക്കാണെ ഫോണും കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സച്ചി ഫോൺ വെക്കുക. ശരി, ഏതായാലും ഞാൻ ഫോൺ വെക്കാട്ടോ രേവതി, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മീരനെ ഡ്രോപ്പ് ചെയ്യാൻ, അതായത് മീരയ്ക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീര പറഞ്ഞു, അയ്യോ, ഫോൺ ഒന്ന് ചെയ്യാന്, ഫോണ് നീ വേറെ ആരെങ്കിലും മേടിച്ച് ചെയ്യേ, എനിക്കിനി വീട്ടിൽ പോകണം, എനിക്കിനി തീരെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ സച്ചി പോയിട്ടോ. ഈ സമയത്ത് മീര ആകെ പെട്ടുപോയി. മീര പിന്നെ ശ്രുതിനെ വിളിച്ചു. അപ്പം പെട്ടെന്ന് ശ്രുതി ഫോൺ എടുത്തിട്ട്, എന്താ ഈ കാര്യങ്ങളൊക്കെ? അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്തോ? ഇല്ലടി, എടുക്കാൻ പറ്റിയില്ലടി. എന്തുവാടി, നിന്നെയൊക്കെ എന്തിനാ ഞാൻ കൊണ്ട് നടക്കുന്നത്? ഒക്കെ പ്ലാൻ ചെയ്തതല്ലേ, എന്നിട്ടല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവന്റെ മുമ്പിൽ എത്തിയപ്പോ നിന്റെ മുട്ട് വരച്ചോ? എന്റെ ഫോണിൽ ചാർജ് തീർന്നു, അർജന്റായി കോൾ ചെയ്യാൻ ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ മേടിച്ചതാടി. അതില് നീ പറഞ്ഞ വീഡിയോയും ഞാൻ കണ്ടതാ. പിന്നെന്താ സംഭവിച്ചത് അത് പറ. അപ്പൊ തന്നെ ആ വീഡിയോ നീ എനിക്ക് അയക്കണ്ടായിരുന്നോ? അയക്കാൻ നോക്കുമ്പോഴേ ആ ഫോണിലേക്ക് രേവതിയുടെ കോള് വന്നടി. അവൻ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചടി. എന്നിട്ട് പിന്നെ തിരിച്ചു തന്നില്ല.
അവൻ രേവതിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ ഫോൺ വാങ്ങി വീഡിയോ എനിക്ക് അയച്ചു തരത്തില്ലായിരുന്നോ? അവൻ സംസാരം നിർത്തണ്ടേ? ഓ, ഞാൻ ഇറങ്ങുന്നത് വരെ അവര് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു സ്നേഹമാടി. ദേ സത്യം പറയാലോ, പരസ്പരം എത്ര വഴക്കടിച്ചാലുവേ അവരെ പോലെ സ്നേഹമുള്ള കപ്പിൾസ് വേറെ ഇല്ല കേട്ടോ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കേൾക്കാൻ എന്ത് രസാന്നറിയാമോ? അതുപോലെ തോന്നിപ്പോകും. വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത്. ഓ, അവളൊരു റൊമാൻറ്റിക്. അല്ല സത്യമാടി, എന്തൊരു സ്നേഹമാടി അവര് തമ്മില്. സച്ചിയുടെ സംസാരത്തില് പാലും തേനും ഒഴുകാണ് രേവതിയോട്. നിന്റെ ശ്രുതിയുടെ ലൈഫ് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് തന്നെ തോന്നിയതാ. പക്ഷേ ഇവരുടെ ലൈഫ് കാണുമ്പോഴാ കല്യാണം കഴിക്കാൻ തോന്നുന്നത്. സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മീരെ. ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ട് വരല്ലേ. ഓ, വീഡിയോ കിട്ടാത്തതിന്റെ ടെൻഷനില്ല ഞാനിപ്പം. അപ്പോഴാ അവളുടെ ഒരു ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കൊടുക്കുന്നത്. നിർത്തിക്കോ നീയും. ദേ എന്റെ പൊന്നു ശ്രുതി, നീ ടെൻഷൻ ആവാതെ നമുക്ക് അടുത്ത എന്തെങ്കിലും വഴി നോക്കാം. അതിൽ നിന്ന് നമുക്ക് വീഡിയോ എടുത്ത് അയക്കാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പം നിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ട. ഓക്കെ, നീ ഫോൺ വെച്ച് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നീ ഫോൺ വെക്കല്ലേ, ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? നിനക്ക് ഞാൻ ചെറുക്കനെ അന്വേഷിക്കണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഷോക്കാകുന്ന കാര്യം എനിക്ക് പറയാനുള്ളത്. ഷോക്കാകുന്ന കാര്യമോ? അതെന്ത് കാര്യം? അതെ, ശ്രുതിക്ക് ലെറ്റർ കൊടുത്തു വിടുന്നത് നവീൻ ദാസ് ആണെന്ന് സച്ചി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതവൻ കണ്ടുപിടിച്ചോ? നവീൻ ദാസോ? എന്റെ പൊന്നോ, ഇതെങ്ങനെ അവൻ കണ്ടുപിടിച്ചു? അതൊന്നും എനിക്കറിയില്ല. അവൻ കണ്ടുപിടിച്ചു. ശ്രുതിക്ക് ലെറ്റർ കൊടുത്തു വിടുന്ന ആളെ കണ്ടെത്തി എന്ന് രേവതിയോട് പറയുന്നത് ഞാൻ കേട്ടു. അതും ക്ഷേത്രത്തിൽ പോയപ്പോഴും അവിടെ നിന്ന് അറിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പം നവീൻ ദാസ് സത്യങ്ങളൊക്കെ പറഞ്ഞു കാണുമോ? അതൊന്നും എനിക്ക് അറിയില്ല ശ്രുതി. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. നീ കരുതിയിരിക്കണം ശ്രുതി. എപ്പോഴാ